ഞാൻ കൊച്ചിക്കാരനാണ്. കൊച്ചി പ്രദേശങ്ങളിൽ ഈ നവോത്ഥാനം എന്ന വാക്ക് എങ്ങനെയാണ് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും എങ്ങനെയാണത് ഒരു പ്രദേശത്തെ വരച്ചെടുത്തത് എന്ന് പറയുവാൻ. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴി നമ്മുടെ അച്ഛൻ ചോദിക്കുകയായിരുന്നു എന്നോട്, എന്താണ് അച്ഛൻ പറയുന്നതിൻ്റെ ഒരു സാരാംശം. ഞാൻ പറഞ്ഞു, ഒരു സാംസ്കാരിക ഭൂപടം വരഞ്ഞെടുക്കുകയാണെങ്കിൽ അങ്ങനെ വരച്ചെടുക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ അകത്ത് ഒരു മനുഷ്യനെ കൊത്തിയെടുക്കുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. മനുഷ്യനെ കൊത്തിയെടുക്കുന്ന ഒരു പ്രക്രിയ. യൂറോപ്പിൻ്റെ നവോത്ഥാനം അതായിരുന്നു, മനുഷ്യരെ കണ്ടെത്തലായിരുന്നു. ഇറ്റ് വാസ് ആൻ ഇൻവെൻഷൻ ഓഫ് മാൻ, ഇറ്റ് വാസ് എ ഡിസ്കവറി ഓഫ് മാൻ. അത് ഇവിടെ തത്വചിന്താ പഠനത്തിൽ വ്യാപൃതരായിട്ടുള്ള സഹോദരങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടി ഞാൻ പറയുകയാണ്. നമുക്കറിയാം, ഒരു കാർത്തേസ്യൻ സെൽഫിൻ്റെ വരച്ചെടുക്കൽ, ദക്കാർത്തിൻ്റെ ഒരു മനുഷ്യ സങ്കല്പം പോലെ തന്നെ ഒരു ലോക്കിയൻ സങ്കല്പം വേറേതുണ്ട്, ഒരു ഹ്യൂമിയൻ സങ്കല്പം വേറേതുണ്ട്. അങ്ങനെ മനുഷ്യരെ വ്യത്യസ്ത രീതിയിൽ വരച്ചെടുക്കുമ്പോൾ ഇങ്ങനെ വരച്ചെടുത്ത മനുഷ്യൻ ഏത് തെളിമയോടുകൂടെയാണ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പ്രകാശിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം, ഏത് മഷി കൊണ്ടാണ് ഇവരെ വരച്ചെടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നവോത്ഥാനത്തിൻ്റെ ചോദ്യമാണ്. സ്ഥലകാലങ്ങളെ എങ്ങനെയാണ് കേരള നവോത്ഥാനമെന്ന് നമ്മൾ വിവക്ഷിച്ചു പോരുന്ന ആ ഒരു അത് അവസാനിച്ചിട്ടില്ല. രാവിലത്തെ സെഷനുകളിൽ നിങ്ങൾ കേട്ടതുപോലെ നവോത്ഥാനം ചരിത്രത്തിൽ എവിടെയോ സംഭവിച്ച ഒരു കാര്യമല്ല, അതവിടെ ഇങ്ങനെ പ്ലേസ്ഡ് ആയ ഒരു സംഗതിയല്ല. അതിൻ്റെ ഒരു അലയൊലികൾ ഇങ്ങനെ വർത്തമാനത്തിൽ ഭാവിയിലേക്ക് ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. നമ്മൾ ആ മൂല്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്നുള്ള ഒരു ഇറ്റ് ഈസ് എ ഹെർമന്യൂട്ടിക്കൽ ക്വസ്റ്റ്യൻ ഓൾസോ. നമ്മൾ എങ്ങനെ അതിനെ വ്യാഖ്യാനിച്ചെടുക്കുന്നു, നവോത്ഥാനത്തെ എങ്ങനെ വ്യാഖ്യാനിച്ചെടുക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോഴത്തെ നമ്മുടെ നവോത്ഥാന വായനകളിൽ കുട്ടിക്കൃഷ്ണമാരാർ മഹാഭാരത പര്യടനം അല്ലേ, അതിൻ്റെ 64-ാം പതിപ്പാണ് ഇപ്പോൾ മാതൃഭൂമി പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ വ്യാസൻ്റെ ചിരിയെക്കുറിച്ച് പറയുന്നുണ്ട്. എപ്പോഴാണ് ഈ വിഭാണ്ഡകൻ്റെ മകൻ ഋഷ്യശൃംഗൻ തൻ്റെ ആശ്രമത്തിൽ വന്ന ഒരു സ്ത്രീയെ ഒരു മുനിയാണെന്ന് കരുതി തെറ്റിദ്ധരിച്ച് സ്വീകരിക്കുന്നതിനെക്കുറിച്ചും, തൻ്റെ പിതാവായ വിഭാണ്ഡകൻ തിരിച്ചു വരുന്ന സമയത്ത്, ഒരു അടുത്ത പരിസരങ്ങളിലേക്ക് പോയിട്ട് അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത് തൻ്റെ മകനോട് ഋഷ്യശൃംഗൻ ഇതുവരെ കാണാത്ത ഒരു സ്ത്രീ എന്ന് പറയുന്ന മുനിയെ വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഭാഗം മാരാർ ഇങ്ങനെ എഴുതുന്നുണ്ട്, വളരെ മനോഹരമായ ഭാഷയിൽ. എന്നിട്ട് അതിൻ്റെ അവസാനം കുട്ടിക്കൃഷ്ണ മാരാർ എഴുതിയ ഒരു സെൻറ്റൻസാണ്, ഇവിടെ വ്യാസൻ ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇതുപോലെ നവോത്ഥാനം, ഞാനത് ഒരു മെറ്റഫറായിട്ട് എടുത്തതേ ഉള്ളൂ. അതിൻ്റെ പിന്നാലെ അദ്ദേഹം വളരെ രസകരമായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. വിഭാണ്ഡകൻ എങ്ങനെയാണ് ഋഷ്യശൃംഗനെ വിളിച്ചുകൊണ്ടുപോയ ലോമപാദൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് ലോമപാദനെ ഭീഷണിപ്പെടുത്താനായിട്ട് പോകുമ്പോൾ അയാളുടെ കോപം തണുപ്പിക്കാനായിട്ട് പശുക്കളെ ഇങ്ങനെ വഴി നീളെ നിർത്തി സാവകാശത്തിൽ ആ കോപം തണുപ്പിച്ച് ലോമപാദൻ്റെ കൊട്ടാരത്തിലേക്ക് നമ്മൾ വൈശാലി സിനിമ കണ്ടതാണല്ലോ, വൈശാലി സിനിമയിലെ കഥയാണത്. ഇപ്പോൾ അതിൻ്റെ അകത്ത് ഈ ലോമപാദൻ്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് തിരിച്ചു പോരുന്ന വൈഭാണ്ഡകൻ സന്യാസത്തിലേക്ക് വീണ്ടും തിരിച്ചു പോരുന്നു, അവിടെയും വ്യാസൻ ചിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാരാരുടെ ഒരു ശൈലിയിൽ ഇങ്ങനെ പറയുന്നു. ഏതാണ്ട് ഇതുപോലെ നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ ഇന്ന് വായിക്കുന്ന 90% ചരിത്രരേഖകളിലും, അല്ലെങ്കിൽ നമ്മൾ തമസ്കരിച്ച് കളഞ്ഞ രേഖകളിൽ നിന്ന് ചിരി ഉയരുന്നുണ്ട്. വ്യാസൻ്റെ ചിരി പോലെ നവോത്ഥാന എഴുത്തുകാരുടെ ചിരി ഉയരുന്നുണ്ട് എന്ന് പറയാം. ഞാനതുകൊണ്ട് കരയിൽ നിന്നല്ല നവോത്ഥാനത്തിൻ്റെ സാംസ്കാരിക ഭൂപടം വരയേണ്ടത് എന്ന് കരുതുന്ന ഒരാളാണ്. സ്ഥലരാശികൾ ചേർത്ത് വയ്ക്കുമ്പോൾ, കേരളം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ നമ്മൾ വരഞ്ഞ് ഒരു പാവക്കായുടെ രൂപത്തിൽ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അതിൽ പെടാതെ പോകുന്ന ഒരു കായൽ സമ്മേളനത്തെക്കുറിച്ച് പറഞ്ഞ് തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കായൽ സമ്മേളനം ഒന്നും കേട്ടിട്ടില്ല, നമുക്കറിയാം അല്ലേ. കൊച്ചിയിൽ 1909 അതിൽ കുട്ടിക്കൃഷ്ണ മേനോൻ പറയുന്നു അത് 1913 ആണെന്ന്, 1911 ആണെന്ന് പറയുന്ന ചില ചരിത്രരേഖകൾ കാണാറുണ്ട്. പക്ഷേ 1909 ആണെന്ന് ഈ ചെറായി രാമദാസ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിൽ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന ചെറായി രാമദാസി
2 മാസം മുമ്പ് പുറത്തിറക്കിയ കായൽ സമ്മേളനം രേഖകളിലൂടെ എന്ന് പറയുന്ന ഒരു പുസ്തകം, അത് വായിക്കേണ്ട ഒരു പുസ്തകമാണ്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ വേറൊരു പുസ്തകം താത്രി വിചാരത്തിൻ്റെ രേഖകൾ അദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ട്. താത്രി വിചാരം, അതായത് എങ്ങനെ തെളിയാതെ നിൽക്കുന്ന ചില വരകളെ, വരയുടെ ഒരു ഫിലോസഫി ഉണ്ട്, ഫിലോസഫി ഓഫ് ലൈൻ. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഫിലോസഫിക്ക് ഇടയ്ക്ക് ഇത്തിരി ഫിലോസഫിയൊക്കെ ഇരിക്കട്ടെ, വർഷങ്ങളായിട്ട് ഇതിൻ്റെ അകത്ത് പോകും. ഫിലോസഫി ഓഫ് ലൈൻ, ബയോഗ്രഫി ഓഫ് ലൈൻ, ജോൺസൺ ഒക്കെ അറിയാം. ബയോഗ്രഫി ഓഫ് ലൈൻ എന്ന് പറയുന്ന ടിം ഇൻഗോൾഡ് ആർക്കിയോളജിസ്റ്റാണ്, അദ്ദേഹം ഒരു ഫിലോസഫറും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് ബയോഗ്രഫി ഓഫ് ലൈൻ. ഞാൻ ഈ ടച്ച് പഠിക്കാനായിട്ട് ചെന്ന സമയത്ത് IIT ഡൽഹിയിൽ സനിലിൻ്റെ കൂടെ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ. അപ്പോൾ ഞങ്ങൾ കുറേ നാൾ ഈ ബയോഗ്രഫി ഓഫ് ലൈൻ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ തത്വചിന്ത അന്വേഷിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ വരകൾ ഒരു സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നത് എന്നുള്ള, ഇങ്ങനെ ഈ നൂല് കൊണ്ടൊക്കെ എങ്ങനെയാണ് ഒരു സംസ്കാരം രൂപപ്പെട്ടു വരുന്നതിനെക്കുറിച്ച്. ഇപ്പോൾ നമ്പൂതിരി മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെ വ്യാഖ്യാനിക്കാനായിട്ട് ഒരു സ്ഥലത്തൊരു പ്രഭാഷണത്തിന് വിളിച്ചപ്പോൾ ഞാൻ ഈ പ്രയോഗമാണ്, വരകളും കയ്യും എങ്ങനെയാണ് സംസ്കാരത്തെ ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ തെളിയാത്ത വരകളെ ഈ രേഖകളിലൂടെ, ചരിത്രരേഖകളിലൂടെ ഒന്ന് തെളിച്ചെടുക്കലും കൂടിയാണ് നവോത്ഥാനത്തെക്കുറിച്ചുള്ള എല്ലാ പ്രഭാഷണങ്ങളും എന്ന് കരുതുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ കായൽ കരയിലും ആകാശത്തിലുമല്ലാതെ വെള്ളത്തിൽ തുടങ്ങിയ ഒരു നവോത്ഥാന നിമിഷത്തെ പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് കരുതുകയാണ്. അത് കായൽ സമ്മേളനമാണ്. പക്ഷെ കായൽ സമ്മേളനം എന്തുകൊണ്ടായിരിക്കും? ഈ ചെറായി രാമദാസ് അവതരിപ്പിക്കുന്ന ഈ രേഖകളുടെ അകത്ത് വളരെ രസകരമായൊരു കാര്യം, രാവിലെ 6 മണി മുതൽ വൈകിട്ട് 7 മണി വരെ എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിന്നും ഈ 1900-കളിൽ ഏതാണ്ട് 36ഓളം വഞ്ചി സർവീസ്, ബോട്ട് സർവീസ് നടന്നിരുന്നു. അതുകൊണ്ട് കായലിൽ പകൽ സമയത്ത് സമ്മേളനം കൂടാൻ എളുപ്പമായിരുന്നില്ല. കാരണം ഇവർക്ക് എറണാകുളത്ത് ഒരു സ്ഥലത്തും, ഇപ്പോൾ നമ്മൾ എറണാകുളം എന്ന് വിളിക്കുന്ന ജില്ലയിൽ ഒരു സ്ഥലത്തും ഈ പുലയ അരയ വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യർക്ക് സഞ്ചരിക്കുവാനായിട്ടുള്ള സ്ഥലങ്ങൾ വളരെ കുറവായിരുന്നു. മനുഷ്യർ ഇറങ്ങി നടക്കുമ്പോഴാണല്ലോ ഈ തെളിഞ്ഞു വരുന്നത്, പ്രകൃതി തെളിഞ്ഞു വരികയും ഒരു സ്പേസ് പ്ലേസായി മാറുകയും ചെയ്യുന്നത്. ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ എ പ്ലേസ് ആൻഡ് എ സ്പേസ്. നമ്മളിവിടെ കസേര നിരത്തിയിരിക്കുന്നത് കൊണ്ടാണ് ഇതൊരു ഓഡിറ്റോറിയമായി മാറുന്നത്. നമ്മളിവിടെ വന്ന് ഇതിനെങ്ങനെ നിറച്ച് കഴിയുമ്പോൾ ഇറ്റ് ബിക്കംസ് എ പ്ലേസ്. ഇമ്മാനുവൽ കാന്റ് അല്ലേ, ഫിലോസഫിക്കാരുള്ളത് കൊണ്ട് പറയുകയാണ്. ഇമ്മാനുവൽ കാന്റ് രാഷ്ട്രത്തെ വിഭാവനം ചെയ്യുന്ന സമയത്ത് സ്പേസിനെ കുറിച്ചാണ് പറയുന്നത്. അതിനെ വിമർശിച്ചുകൊണ്ട് കാന്റിൻ്റെ ഈ പെർപ്പച്വൽ പീസ് എന്ന് പറയുന്ന കൃതിയിലെ സ്പേസിനെ കുറിച്ചുള്ള സങ്കല്പത്തെ വിമർശിച്ചുകൊണ്ടാണ് പ്ലേസ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ പിന്നീട് ഡെറിഡയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പറഞ്ഞു വന്നത്, നിരന്തരം ഇളകിക്കൊണ്ടിരിക്കുന്ന, തുടർച്ചയായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരിടത്തിൽ ഒരു മനുഷ്യനെ കണ്ടെത്താനുള്ള ശ്രമം എന്ന് പറഞ്ഞാൽ ഘനീഭവിക്കാത്ത ഒരിടം, നിശ്ചലമായി നിൽക്കാത്ത ഒരിടം, ആണിയിൽ തറക്കപ്പെടാത്ത ഒരിടം, അവിടെ നിന്ന് ഒരു ശരീരത്തെ കണ്ടെത്താൻ പറ്റുമോ എന്നുള്ള, മനുഷ്യനെന്ന് പറയുന്ന ഒരു പുതിയ ശരീരത്തെ കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ശരീരം, അതിൻ്റെ നിഴൽ അല്ലേ, ശരീരം എന്നുള്ള വാക്ക് പിന്നീട് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ വാക്കാണ്. ഉടൽ എന്നൊക്കെയാണ് നാരായണ ഗുരുവൊക്കെ ഉപയോഗിക്കുന്നത്. ഉടലിൻ്റെ നിഴൽ വീണാൽ പോലും മനുഷ്യർക്ക് അയിത്തം കൽപ്പിക്കപ്പെട്ടിരുന്ന സ്ഥലത്ത് എവിടെയാണ് ഒരാൾ അയാളെ തന്നെ പ്ലേസ് ചെയ്യേണ്ടത്? വേർ ടു പ്ലേസ് വൺ സെൽഫ്. എവിടെയാണ് ഒരാളെ വരഞ്ഞു തുടങ്ങേണ്ടതെന്ന്. എറണാകുളത്തു നിന്നുള്ള അച്ഛന്മാർക്കൊക്കെ അറിയാമല്ലോ. ഇപ്പോൾ നമ്മൾ ബാനർജി റോഡ് എന്ന് പറയുന്ന സ്ഥലം, ബാനർജി അവിടുത്തെ കൊച്ചിയിലെ ദിവാനായിരുന്നു. ബാനർജി റോഡ്, ഇപ്പുറത്തെ ഷൺമുഖം ചെട്ടിയാരുടെ പേരുള്ള ഷൺമുഖം റോഡ്, ഇതിൻ്റെയൊക്കെ ഇടയിൽ പടിഞ്ഞാറ് കിടക്കുന്ന ഈ കായൽ, കൊച്ചി കായലിൻ്റെ അകത്ത് വള്ളങ്ങളിൽ മനുഷ്യർ വന്ന് രാത്രിയിൽ, അതായത് സൂര്യപ്രകാശമാണല്ലോ എല്ലാത്തിനും തെളിച്ച് കിട്ടുന്നത്, സൂര്യവെളിച്ചത്തിൽ തെളിഞ്ഞു കിട്ടേണ്ട പകൽ വെളിച്ചത്തിൽ നിഴൽ വീഴുമെന്ന് പേടിച്ച് രാത്രിയിൽ ഇളകിക്കൊണ്ടേയിരിക്കുന്ന, ബിക്കമിങ് എന്ന് പറയുന്ന അല്ലേ, ഹെറാക്ലിറ്റിയൻ ഫ്ലക്സ് പോലെയുള്ള കായലും കടലും ചേരുന്ന ഒരു അന്തരാളഘട്ടത്തിൻ്റെ അകത്ത്, വെള്ളത്തിൻ്റെ അകത്ത് ഒരു സമ്മേളനം. പുലയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനിങ്ങനെ എഴുന്നേറ്റ് വരിക. എന്തുപോലെ? അയാൾ മണ്ണിൽ നിന്നാണോ ഉണ്ടാകുന്നത്?
നവോത്ഥാനത്തിൻ്റെ മനുഷ്യൻ മണ്ണിൽ നിന്ന് മാത്രമല്ല വെള്ളത്തിൽ നിന്നും ഉണ്ടാവുന്നു. നവോത്ഥാനത്തിൻ്റെ മനുഷ്യൻ വെള്ളത്തിൽ നിന്നുണ്ടാവുകയാണ്. വെള്ളത്തിലാണ് അഗ്നി നിൽക്കുന്നതെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ഇപ്പോൾ ദൈവത്തിൻ്റെയും ആദാമിൻ്റെയും വിരലുകളുടെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്. മൈക്കലാഞ്ചലോയുടെ പ്രസിദ്ധമായ ക്രിയേഷൻ അല്ലേ, അതിൽ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ നിങ്ങളുടെ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ അച്ഛൻ വിളിച്ചു കൊണ്ടുപോയി ഇങ്ങനെ, എന്തൊരു മനോഹരമായിരിക്കുന്നു. വർണ്ണങ്ങൾ വാരി എറിയുന്ന സ്ഥലത്താണ് ഈ സ്പേസിനെ കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ ചിന്തകൾ. അപ്പോൾ ഐ റിയലി അപ്രീഷിയേറ്റ് യു. കാരണം ഇവിടെ നല്ല കലാകാരന്മാർക്കും. അപ്പോൾ ഞാൻ അച്ഛനോട് പറയുകയായിരുന്നു, ഇവരെയൊക്കെ നമുക്ക് എങ്ങനെയാണ് ഇത് ഞാൻ ഉറങ്ങാതിരിക്കാൻ വേണ്ടി കൂടിയാണ് നിങ്ങളെ കൊണ്ട് കൈയിടിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം വർണ്ണങ്ങൾ വാരി എറിയുന്ന സ്ഥലത്ത് നിന്നിങ്ങനെ ചിത്രങ്ങൾ മാത്രമല്ല, അതൊരു സ്പേസാണത്, അതൊരു ഇടമാണ്. ഇതുപോലെ കായലിൽ നിന്നും പൊങ്ങി വന്ന ഒരു പുലയ സമൂഹമുണ്ട്. അതിന് നേതൃത്വം കൊടുത്ത ആളുടെ പടം ഇതിനകത്തില്ല. കൃഷ്ണേതി ആശാൻ കേട്ടിട്ടില്ലല്ലോ? നവോത്ഥാന ചരിത്രത്തിൽ അയാളുടെ പേര് കാണില്ല. കൃഷ്ണേതി ആശാൻ പണ്ഡിറ്റ് കറുപ്പൻ ഉണ്ടോ? പണ്ഡിറ്റ് കറുപ്പൻ മാഷിനെ കാണാനായിട്ട് അന്ന് ചെന്നു. രാത്രിയിലാണ് ചെല്ലുന്നത്, കാരണം പകൽ നടക്കാൻ പറ്റില്ല. കൃഷ്ണേതി ആശാൻ പണ്ഡിറ്റ് കറുപ്പനെ കാണാനായിട്ട് ചെല്ലുന്ന സമയത്ത് കറുപ്പൻ മാഷ് എവിടെയാണ് പഠിപ്പിക്കുന്നതെന്നറിയോ? എറണാകുളം സെൻറ്റ് തെരേസസ് സ്കൂളിൽ, സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂളിലെ അധ്യാപകനായിരുന്നു കറുപ്പൻ മാഷ്. അത് കഴിഞ്ഞാണ് അദ്ദേഹം മഹാരാഷ്ട്രയിലേക്ക് വരുന്നത്. ഇപ്പം മാഷ് വാല സമുദായത്തിൽ, അരയ സമുദായത്തിലുള്ള ആളാണ്. അപ്പോൾ പറഞ്ഞു, നിങ്ങളിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ സൃഷ്ടിച്ചെടുക്കേണ്ടത്. ഇതാണ് നവോത്ഥാനത്തിൻ്റെ മുദ്രാവാക്യം. നിങ്ങളെ തന്നെ സൃഷ്ടിച്ചെടുക്കണം, വേറെ ആളുകളല്ല. നിങ്ങളെ തന്നെ സൃഷ്ടിച്ചെടുക്കുവാനായിട്ട് കറുപ്പൻ മാഷ്, പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുന്ന കവിത കൊണ്ട് ഒരു കാലത്തെ വിറപ്പിച്ചതെന്ന് പറയാവുന്ന, കവിത കൊണ്ടൊരു കാലത്തെ ത്രസിപ്പിച്ച് നിർത്തിയ, ഇടപെടലുകൾ കൊണ്ടൊരു കാലത്തെ ഇങ്ങനെ ഉണർത്തി നിർത്തിയ. ഞാൻ 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. ആ മനുഷ്യൻ പറഞ്ഞു, കായലിൻ്റെ മീതെ നിങ്ങൾ ചേരൂ. അങ്ങനെയാണ് അവർ കായൽ സമ്മേളനം. പക്ഷേ അതിനുശേഷം കായൽ സമ്മേളനം കഴിഞ്ഞ് കൃഷ്ണമേനോനെ കാണുവാനായിട്ട് അതിന് തൊട്ട് മുമ്പിൽ ഇപ്പോൾ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ കെട്ടിടം എറണാകുളത്തിരിക്കുന്ന ആ വളവ്, മഹാരാജാസ് കോളേജിലേക്ക് വരുന്ന ആ വളവിൽ അദ്ദേഹത്തിൻ്റെ വീട്, കൃഷ്ണമേനോൻ്റെ വീട് അന്ന് അവിടെയുണ്ട്. അദ്ദേഹത്തെ കാണാനായിട്ട് ചെല്ലുന്നു. കൃഷ്ണമേനോൻ്റെയും പിന്നെ ഒരു അച്ഛനും കൂടി ചേർന്നിട്ടാണ് ഈ പുലയ സമുദായത്തിന് വേണ്ടിയുള്ള, ഇപ്പോൾ KPMS ഇപ്പോൾ രൂപപ്പെട്ടു വന്നതിന് മുമ്പുള്ള കേരള പുലയ സമുദായ സംഘടന രൂപപ്പെടുത്തുന്നത്. ഈ കൃഷ്ണേതി ആശാനും പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിലും, അതുപോലെ ഈ കൃഷ്ണമേനോൻ എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയായ ഒരു മനുഷ്യൻ്റെയും, പിന്നെ സെൻറ്റ് ആൽബർട്ട്സ് സ്കൂളിൻ്റെ ഗ്രൗണ്ട് ഇവരുടെ മീറ്റിങ്ങിന് വേണ്ടി, കായൽ സമ്മേളനത്തിന് ശേഷം പിന്നെ മീറ്റിംഗ് കൂടാനായിട്ട് കായലിൽ സമ്മതം കൊടുക്കില്ല എന്ന് പറഞ്ഞു. കായലും അവർ കവർന്നെടുത്തു. കര കവർന്നെടുത്തവർ പിന്നെ കായലിൽ മനുഷ്യർ ഒത്തുകൂടുന്നുവെന്ന് കണ്ട് കായലും ബന്ധിച്ചു. ഒഴുകിക്കൊണ്ടിരുന്ന കായലിനെ അവർ തടാകമാക്കി മാറ്റി. അന്ന് KP വള്ളോനെ പോലെയൊക്കെയുള്ള, KP വള്ളോൻ്റെ ഫോട്ടോയും കാണില്ല ഇതിൻ്റെ അകത്ത്, KP വള്ളോനെ പോലെയുള്ള ആളുകൾ. KP വള്ളോനൊക്കെ കൊച്ചി നിയമസഭയിലെ മെമ്പറായിരുന്നു, അസംബ്ലിയിലെ മെമ്പറായിരുന്നു. പാതാറ് പണിക്കാരൻ എന്ന് പറഞ്ഞാൽ ഈ കായലിൻ്റെ തീരത്ത് കല്ലുകൊണ്ട് കെട്ടുന്ന മെയ്സൺ വർക്കിനാണ് അന്ന് പാതാറ് വർക്ക് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കെട്ടുന്നത് വരെ അത് ശുദ്ധിയുണ്ട്, കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അതിൻ്റെ മീതെ നടക്കാൻ പറ്റില്ല. പെരുന്തച്ചൻ സിനിമയിൽ പറയുന്ന പോലെ അല്ലേ, ശില്പം ദേവിയായി കഴിഞ്ഞാൽ പിന്നെ അയാൾ 32 അടി ദൂരെയാണ്. ഏതാണ്ട് ഇതുപോലെ കായലിനെ ഭിത്തി കെട്ടി ജോലി ചെയ്യുന്ന കരിങ്കൽ തൊഴിലാളിയായിരുന്നു KP വള്ളോൻ. കൃഷ്ണേതി ആശാനും വള്ളോനും PC ചാഞ്ചനും ഒക്കെ കൂടി ആൽബർട്ട്സ് സ്കൂളിലെ ഡൊമിനിക് അച്ഛനെ കാണാനായിട്ട് ചെന്നു. ഡൊമിനിക് അച്ഛൻ പറഞ്ഞു, കയറി വാടാ മക്കളെ, ഗോഡ് ഫാദറിലെ കാർന്നവർ പറഞ്ഞ പോലെ. അവിടുത്തെ ഇതേപോലെയുള്ളൊരു ഹോളുണ്ടായിരുന്നു. ഞാൻ 1908-ലെ കാര്യം, 9-ലെ കാര്യം. ഇവിടെ ഒരു ഹോളിലേക്ക് നിങ്ങൾ എല്ലാവരും കുളിച്ച് വൃത്തിയായി ശുഭ്രവസ്ത്രധാരികളായി നിങ്ങൾ വരണമെന്ന് അച്ഛൻ പറഞ്ഞു.
കാരണം നിങ്ങൾ തെളിഞ്ഞു കാണണമെങ്കിൽ, കായലിൽ നിന്നും കരയിലേക്ക് കയറിയ പുതിയ ഒരു ചൈതന്യത്തെ തെളിഞ്ഞു കാണണമെങ്കിൽ നിങ്ങളെ തന്നെ അടയാളപ്പെടുത്തിക്കൊണ്ടുവരണം. ഈ സെൻറ് ആൽബർട്ട്സ് സ്കൂളിലേക്ക് ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് വരാനായിട്ട് 2 മിനിറ്റ് മതി. അന്ന് അവർ 3 മണിക്കൂർ എടുത്താണ് അവിടെ എത്തിയത്. എന്തുകൊണ്ടാണെന്നറിയോ? അതിനിടയിലുള്ള വഴികളിലൊന്നും അവർക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. കായൽ സമ്മേളനത്തിന് ശേഷം സെയിൻറ്റ് ആൽബർട്ട്സ് സ്കൂൾ ഹാളിൽ ചേർന്ന യോഗം, സ്കൂളിൻ്റെ ഹാളിൽ ചേരാനായിട്ട് പറ്റില്ല, ജനസംഖ്യ ഇങ്ങനെ കൂടി വന്നു, ജനങ്ങൾ ഇങ്ങനെ കൂട്ടത്തോടുകൂടി വന്നപ്പോഴേക്കും ഹാളിൽ സ്ഥലം തികയാതെ വന്നതുകൊണ്ട് സ്കൂളിൻ്റെ ഗ്രൗണ്ടിലേക്ക് യോഗം മാറ്റി. എന്നിട്ട് സ്കൂളിലേക്ക് കടന്നു പോകുന്ന ഒരു പടിക്കെട്ടിൽ കയറി നിന്നാണ് ഇതേപോലെ പോഡിയമായിട്ട് നിന്നിട്ട് സംസാരിച്ചത് സ്കൂളിൻ്റെ പടിക്കെട്ടിൽ നിന്നുകൊണ്ടാണ്. അതിലെ വന്ന ഈ മനുഷ്യർ വരഞ്ഞിട്ട ഒരു പുതിയ എറണാകുളം ജില്ലയുടെ ഭൂപടമുണ്ട്. അത് നമ്മൾ ഇന്ന് കാണുന്ന എറണാകുളം ജില്ലയുടെ ഭൂപടം അല്ല. അവർ തോട് നീന്തിയൊക്കെയാണ് വന്നത്. കാരണം റോഡിലൂടെ നടക്കാൻ പറ്റില്ല. ഇന്ന് നമ്മൾ ബാനർജി റോഡ് എന്നൊക്കെ പറയുന്ന അവിടെ നിന്ന് കായലും അതൊക്കെ ചേരുന്ന ഈ കമ്പനി വള്ളങ്ങളൊക്കെ പോകുന്ന സ്ഥലമാണ്. അതൊക്കെ നീന്തിയാണ് ഈ 1000-ലധികം വരുന്ന മനുഷ്യർ അന്ന് അവിടെ വന്നത്. അവർ അന്ന് 1909 പ്രഭാതത്തിൽ അവർ എറണാകുളം ജില്ലയുടെ ശിരോലിഖിതം മറ്റൊരു രീതിയിൽ വരച്ചു. അവർ നടന്നും നീന്തിയും ഓടിയും ഒക്കെ വന്നു. ഓർക്കണം, ആ സമയത്ത് കൊച്ചി, മുളവുകാട്, ആ ഭാഗത്തുള്ള ദ്വീപുകളിലൊക്കെ കോളറ പടർന്നു പിടിക്കുന്ന സമയമായിരുന്നു. മനുഷ്യർ ചത്തുവീഴുന്ന സമയമായിരുന്നു. കോളറ രോഗത്തെക്കുറിച്ച് പേടിയുള്ള സമയമായിരുന്നു. അതൊക്കെ വകവയ്ക്കാതെ ധീരരായ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ കൂടി ചേർന്ന് ഒരു പള്ളിയിലച്ഛൻ തുറന്നിട്ട് കൊടുത്ത ഒരു ഗ്രൗണ്ടിൽ ഒരു മേനോൻ എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയുടെ സഹായത്തോടുകൂടെ അവർ പുതിയ ഒരു ചരിത്രം രചിച്ചു. അങ്ങനെയാണ് ആ സമുദായം ഉണ്ടായത്. അയാളുടെ ഫോട്ടോ നമ്മൾ ഒരിടത്തും കാണില്ല, ഈ കൃഷ്ണേദി ആശാന്റെ ഫോട്ടോ. അയാളെയും നമ്മൾ എഴുതണം. അയാളെ എഴുതാനായിട്ട് ശ്രമിച്ച ആളുകൾ ഈ ആൽബർട്ട്സ് സ്കൂളിലെ ഡൊമിനിക് അച്ഛനെ കുറിച്ച് എഴുതാതിരുന്നതിൻ്റെ ഒരു സ്ഥലത്ത് നവോത്ഥാനത്തെക്കുറിച്ച് നടന്ന സെമിനാറിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ കേട്ടിട്ടില്ല. അവർ നവോത്ഥാനത്തിൽ പങ്കെടുത്ത നവോത്ഥാനത്തിന് ശില്പികളായ സ്ത്രീകളുടെ പേരുകൾ എത്ര പേർക്കറിയാം? എന്താ ഒരു സ്ത്രീയുടെ പടം ഇതില്ലാത്തത്? ദാക്ഷായണി വേലായുധൻ ആരാണ്? ഹു ഈസ് ദാക്ഷായണി വേലായുധൻ? വേലായുധൻ ചേട്ടൻ്റെ വൈഫാണെന്ന് പറഞ്ഞേക്കരുത്. ദാക്ഷായണി വേലായുധൻ ഹു ഈസ് ഇന്നലെ ക്വിറ്റ് ഇന്ത്യ സമരമായിരുന്നു. ഓഗസ്റ്റ് 15 വരുന്നു. ഇന്ത്യയുടെ ഭരണഘടനയിൽ ഒപ്പിട്ട കേരളത്തിൽ നിന്നുള്ള ഏക പ്രതിനിധി ദാക്ഷായണി വേലായുധനായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ BA-കാരിൽ ഒരാളാ. നമ്മുടെ പഴയ MLA KK മാധവന്റെ കുഞ്ഞി പെങ്ങളാ. കേട്ടിട്ടില്ലല്ലോ? ഞാൻ ദളിതനായ യേശു എന്ന പുസ്തകം എഴുതിയപ്പോൾ അതിൻ്റെ അവസാനത്തെ ചാപ്റ്ററിൽ എഴുതി, ക്രിസ്തു നടന്നുപോയ വഴിയിൽ കൂടെയാണ് ദാക്ഷായണി വേലായുധൻ നടന്നു പോയിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ഒപ്പിട്ടതെന്ന്. പലരും പറഞ്ഞു, ആരാണ് ദാക്ഷായണി വേലായുധൻ? നിന്റെ അമ്മയുടെ അനിയത്തിയാണോ എന്ന്. ആണ്, നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പോൾ കേരള നവോത്ഥാന ചരിത്രത്തിലെ സ്ത്രീകൾ ആരൊക്കെയാണ്? എന്താ അവരുടെ ചരിത്രം ഇവിടെ കേൾക്കാതെ പോകുന്നത്? നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഫാദേഴ്സേ ഉള്ളൂ. മദേഴ്സ്, ഫാദർ ഓഫ് ഫിലോസഫി, ഫാദർ ഓഫ് സുവോളജി, വെർ ഇസ് മദർ? ഇന്നലെ ഒരു തത്വചിന്തകയുടെ തിരുനാളായിരുന്നു. പള്ളിയിൽ പറഞ്ഞു അച്ഛന്മാരാണ്. ഇന്നലെ ഒരു തത്വചിന്തകയുടെ തിരുനാളായിരുന്നു. ആരാണ്? ഇന്നലെ തത്വചിന്തകർ പറയൂ. ഇന്നലത്തെ തത്വചിന്തകയുടെ തിരുനാൾ ആഘോഷിച്ചപ്പോൾ ഈഡിത്ത് സ്റ്റെയിൻ, ഹുസൈലിൻ്റെ ശിഷ്യയായിട്ട് യഹൂദ മതത്തിൽ നിന്ന് വന്ന് ഈഡിത്ത് സ്റ്റെയിൻ. പക്ഷെ അവരൊന്നും കാണുന്നില്ല. ഞങ്ങൾ പുതിയ കോണ്ടിനെൻ്റൽ ഫിലോസഫിക്കൽ ട്രഡീഷൻസിൻ്റെ പുതിയ സിലബസ് തയ്യാറാക്കിയപ്പോൾ ഞാൻ ഈഡിത്ത് സ്റ്റെയിൻ്റെ പേര് കൂടി എഴുതി ചേർത്തപ്പോൾ അത് വെട്ടിക്കളഞ്ഞു. മിസ്റ്റിസിസത്തെക്കുറിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു ഫിലോസഫി കോഴ്സിലെ ഒരു പേപ്പർ തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ കൊച്ചു ത്രേസ്യ പുണ്യാളത്തിയുടെ കോൺവെർസേഷൻസിൻ്റെ ഇത് എഴുതി, അത് വെട്ടിക്കളഞ്ഞു. ഇവർക്കറിയില്ല. ഓക്കെ, ഞാൻ അത് സാന്ദർഭികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കൃഷ്ണേദി ആശാനും KP വള്ളവും, കൃഷ്ണേദി ആശാനൊക്കെ പിന്നീട് ക്രൈസ്തവ മതത്തിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ജോൺ എന്ന പേരിൽ വരുന്നുണ്ട്. അദ്ദേഹം കൊച്ചി നിയമസഭയിലെ വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് കൊച്ചിയിലെ
ദിവാൻ്റെ ഒക്കെ അടുത്ത് ചെന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യം, നിലവിലെ ജാതി വ്യവസ്ഥയുടെ അകത്ത് നവോത്ഥാനം കൊണ്ടുവരുവാനായിട്ട് പ്രയാസമുള്ളതുകൊണ്ട് ക്രൈസ്തവ മൂല്യങ്ങളിലേക്ക് ഞങ്ങൾ കുറച്ചാളുകൾ കയറുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ 100 പുലയ സമുദായ അംഗങ്ങളുമായിട്ട് 1914 കൃഷ്ണേദി ആശാൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ജോൺ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് കയറി വരിക. അദ്ദേഹം പറഞ്ഞു, തെളിയാത്ത ഞങ്ങളുടെ ശിരോലിഖിതങ്ങളെ ക്രിസ്തുവിൻ്റെ രേഖകൾ കൊണ്ട് ഞാൻ വരച്ചു വെക്കും. ഇത് വെറുതെ പ്രസംഗത്തിൽ പറയുന്നതല്ല, ഗസറ്റിൽ അദ്ദേഹം പബ്ലിഷ് ചെയ്തു. അംബേദ്കർ തൻ്റെ സമുദായ അംഗങ്ങളുടെ കൂടെ ബുദ്ധിസത്തെ എങ്ങനെയാണോ, പക്ഷേ കൃഷ്ണേദി ആശാന്റെ കൂടെ നടന്ന KP വള്ളോൻ ബുദ്ധിസ്റ്റ് ആയിരുന്നു. ഇപ്പൊ ജോൺ എന്ന പേര് സ്വീകരിച്ച കൃഷ്ണേദി ആശാൻ ഐക്കര രാജാവിൻ്റെ പരമ്പരയിൽപ്പെട്ടയാളാണ്. പുലയ സമുദായത്തിലെ ഐക്കര രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് കുന്നത്ത് നാട്ടിൽ അങ്ങനെ ഒരു രാജഭരണം നിലവിലിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ച് നടന്ന ചേരമർ സഭയുടെ സ്ഥാപകനും അതുപോലെ പ്രമുഖ നവോത്ഥാന ശില്പികളിൽ ഒരാളുമായ പാമ്പാടി ജോൺ ജോസഫ്. പാമ്പാടി നമ്മുടെ ഇവിടെയല്ലേ, കോട്ടയം. പാമ്പാടി ജോൺ ജോസഫിനെ അറിയാമല്ലോ, ഇവിടെ ഉണ്ടോ പാമ്പാടിക്കാരും? പാമ്പാടി ജോൺ ജോസഫിനെ ഈ കൃഷ്ണേദി ആശാനെ കണ്ടെത്തിക്കൊണ്ടുവന്ന് ഐക്കര രാജാവായിട്ട് പ്രഖ്യാപിക്കുവാനായിട്ട് തിരുവിതാംകൂറിൽ ഒരു സമ്മേളനം നടന്നു. തിരുവിതാംകൂർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങൾ താമസിക്കുന്ന വെള്ളയമ്പലത്തിൽ നിന്ന് നടന്ന് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന അതിന് തൊട്ട് മുൻവശം, അല്ലെങ്കിൽ അവിടുത്തെ പാളയം പള്ളി ഇരിക്കുന്ന, അങ്ങോട്ട് അറിയാമല്ലോ നിങ്ങൾക്ക്, പാളയം പള്ളി ഇരുന്ന് തൊട്ട് മുമ്പിലേക്ക് ഒരു 10 മീറ്റർ നടന്നു കഴിഞ്ഞാൽ കാണുന്ന ഗ്രൗണ്ടിൽ ഒരു മീറ്റിംഗ് വെച്ചു. ഈ പാമ്പാടി ജോൺ ജോസഫ് എന്ന് പറയുന്ന മനുഷ്യനെ മലയാളിക്ക് പരിചയപ്പെടുത്തിയവരിൽ P. ഗോവിന്ദപിള്ളയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. ചേരമർ സഭയുടെ സ്ഥാപകൻ എന്ന നിലയിൽ മാത്രമല്ല, അയാളൊരു സംഭവമായിരുന്നു. പക്ഷേ ഈ നവോത്ഥാന ചരിത്രത്തിലൊന്നും ഇയാളുടെ പേര് കാണാത്തത് എന്താണെന്ന് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ജ്ഞാനം ജോഷുവ എന്ന് പറയുന്ന അന്നത്തെ തിരുവിതാംകൂർ സ്റ്റേറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ കൂടെ ചേർന്ന് അവർ വരഞ്ഞിട്ട ഒരു മനുഷ്യ ചിത്രമുണ്ട്. അത് ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിലാണ് അവർ അത് വരഞ്ഞിടാനായിട്ട് ശ്രമിച്ചത്. ആ കൂട്ടത്തിലാണ് കൊച്ചിയിൽ നിന്നും കൃഷ്ണേദി ആശാനെ, ജോൺ എന്ന കൃഷ്ണേദി ആശാനെ അവിടെ കൊണ്ടുവന്നു. അത് തിരുവിതാംകൂർ രാജ്യത്തെ ഞെട്ടലുണ്ടാക്കിയ ഒരു മീറ്റിംഗ് ആയിരുന്നു. തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ രാജാവ് പറഞ്ഞു, അധസ്ഥിത വർഗത്തിൽ നിന്ന് പുതിയൊരു രാജ്യം ഉണ്ടാകാം, പുതിയൊരു രാജാവ് വന്നിരിക്കുന്നു. ശ്രീമൂലം തിരുനാൾ ഞെട്ടിപ്പോയി, ഇങ്ങനെ ഒരു പുതിയ രാജ്യം വരാൻ പോവുകയാണെന്ന് കേട്ടിട്ട്. അവസാനം പാമ്പാടി ജോൺ ജോസഫിനെ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ പുതിയ ഒരു നാട് രൂപീകരിക്കുവാനായിട്ട് ശ്രമിക്കുന്നു എന്ന് കേട്ടു. പറഞ്ഞില്ല, അത് ദൈവരാജ്യത്തെക്കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്, ഈ ലോകത്തെ രാജ്യത്തെക്കുറിച്ചല്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം രക്ഷപ്പെട്ടു പോവുക. പക്ഷേ അന്ന് ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തിന് തൊട്ട് മുമ്പിൽ അവിടെ വെള്ളയമ്പലം ജംഗ്ഷനിൽ അയ്യങ്കാളിയുടെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് അവിടെ വെച്ച് അദ്ദേഹത്തെ കുതിരപ്പട്ടാളക്കാർ വന്ന് ആക്രമിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായി. അപ്പം അങ്ങനെയുള്ള ചരിത്ര സ്ഥലത്തൊക്കെയാണ് ഇപ്പോൾ താമസം. ഈ ജ്ഞാനം ജോഷുവ എന്ന് പറയുന്ന മനുഷ്യനെ പിന്നീട് നടന്ന ഒരു ബോട്ട് റേസിൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരു ജലഘോഷയാത്രയിൽ അദ്ദേഹത്തിൻ്റെ ബോട്ട് മാത്രം മുങ്ങിപ്പോവുകയും അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണെന്നൊക്കെയുള്ള വാർത്തകളൊക്കെ പിന്നീട് പ്രചരിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ തെളിയാത്ത ചരിത്രരേഖകൾ കണ്ടെടുക്കുവാനായിട്ട് ശ്രമിച്ച മനുഷ്യരുടേതും കൂടിയാണ് കേരളം നവോത്ഥാനം എന്ന് വിളിക്കുന്ന ശ്രമം. തെളിയാത്ത രേഖകൾ കൊണ്ട് വരഞ്ഞെടുക്കുന്ന, അവിടുന്ന് കുറച്ചുകൂടി അന്ന് കേരളത്തിൻ്റെ തന്നെ ഭാഗമായിരുന്ന നാഗർകോവിൽ ഭാഗത്തേക്ക്, കന്യാകുമാരി ജില്ലയുടെ കിഴക്ക് ഭാഗത്ത് കിടക്കുന്ന തിരുനെൽവേലി ജില്ലയുടെ ഭാഗത്തേക്കൊക്കെ പോകുമ്പോഴാണ് അയ്യ വൈകുണ്ഠരെ പോലെയുള്ളവരെ കാണുന്നത്. ഈ അയ്യ വൈകുണ്ഠറാണ്, വൈകുണ്ഠസ്വാമിയാണ് അല്ലേ, ഇവിടെ അദ്ദേഹത്തിൻ്റെ ഇല്ല, ഫോട്ടോ ഇല്ല. തലക്കെട്ടിൽ നമുക്കാകെയുള്ളത് വക്കവും പിന്നെ അയ്യങ്കാളിയും മാത്രമേ ഉള്ളൂ. തലയിൽ കെട്ടുകെട്ടി നിന്ന് വേണം ആരാധിക്കാനെന്ന് പറഞ്ഞ ആളായിരുന്നു അയ്യ വൈകുണ്ഠസ്വാമികൾ. ആരാധിക്കാനായിട്ട് വരുന്നവൻ തലയിൽ കെട്ടി നിന്ന് വേണം ആരാധിക്കാൻ. നാരായണ ഗുരുവല്ല കണ്ണാടി പ്രതിഷ്ഠ ആദ്യം നടത്തുന്നത്. കണ്ണാടി പ്രതിഷ്ഠ ആദ്യം നടത്തുന്നത് അയ്യ വൈകുണ്ഠസ്വാമിയാണ്.
അയ്യാ വൈകുണ്ഠസ്വാമിയുടെ സ്വാധീനത്തിൽ വന്ന തൈക്കാട്ട് അയ്യാ ഗുരുവിൻ്റെ കൂടെയാണ് നാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളൊക്കെ പിന്നീട് ട്രെയിനിങ് കിട്ടി ധ്യാനിക്കാനൊക്കെ പോകുന്നത്. അയ്യാ വൈകുണ്ഠസ്വാമി ആരാധിക്കാനായിട്ട് വന്ന മനുഷ്യരോട് പറഞ്ഞത്, ഈ കണ്ണാടി ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, നോക്കാൻ പറഞ്ഞു, നീ ആരാണ്, കണ്ടെത്തുക നിന്നെ തന്നെ. കണ്ണാടിയിൽ നോക്കുമ്പോൾ ആരെയാണ് കാണുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ? സക്കറിയായുടെ ചെറുകഥ പോലെ കണ്ണാടി കാണുമ്പോളാവും. അദ്ദേഹം പറഞ്ഞു ആരുടെ മുമ്പിൽ തലക്കെട്ടഴിക്കേണ്ട, കാരണം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിന് കൊടുത്തിരുന്ന പേര് മുടി ചൂടുന്ന മന്നൻ എന്നായിരുന്നു. പക്ഷെ ആ പേരിടാനായിട്ട് അവർക്ക് അവകാശമില്ലാതിരുന്നത് കൊണ്ട് മുത്തുക്കുട്ടി എന്ന് ചുരുക്കട്ടി വന്നു, പേര് കുട്ടി ആക്കി നിർത്തി. മുടി ചൂടാൻ മന്നല്ല, മുടി ചൂടുന്ന മന്നൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പേര് കൊടുത്തത്. പക്ഷേ സവർണ മേധാവികൾ അതിനെ മുത്തുക്കുട്ടിയാക്കി മാറ്റി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, തലയിൽ കെട്ടുള്ള രാജാക്കന്മാരെ പോലെ നിന്ന് സ്വയം കണ്ടെത്തണം. പതികൾ എന്ന് പറയുന്ന സ്കൂളുകൾ അദ്ദേഹം സ്ഥാപിച്ചിരുന്നു. പതികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോഴും നാഗർകോവിൽ അദ്ദേഹത്തിൻ്റെ സ്വാമിത്തോപ്പ് എന്നൊക്കെ പറയുന്ന ഭാഗത്തേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ഇപ്പോഴും കാണാം മുന്തിരിക്കിണറൊക്കെ ഇപ്പോഴും അവിടെയുണ്ട്. എല്ലാവർക്കും ഒരുമിച്ച് ജലം കോരിയെടുക്കാവുന്ന, ജലത്തിലൂടെ നമ്മൾ ഒരുമിക്കുന്നു അല്ലേ? കായൽ സമ്മേളനത്തെക്കുറിച്ച് പറഞ്ഞ പോലെ ജലത്തിലൂടെ നമ്മൾ ഒരുമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ അത് അത്ഭുത കിണറായിട്ടൊക്കെയാണ് അവർ അദ്ദേഹത്തിനെ വൈകുണ്ഠം വൈഷ്ണവ ആരാധനയുടെ ഭാഗം. ഇപ്പോൾ അദ്ദേഹം എസ്റ്റാബ്ലിഷ്ഡ് ദൈവപുരുഷനായിട്ട് മാറിയിരിക്കുകയാണ്. നാഗർകോവിൽ ചെന്നാൽ കാണാം നമ്മുടെ നാരായണ ഗുരുവിനെ നമ്മൾ അതേപോലെ പ്രതിഷ്ഠിച്ചതുപോലെ. ഇവരുടെയൊക്കെ വിമോചനകരമായ ആശയങ്ങളെയൊക്കെ മറന്നുപോയിട്ട് അവരെ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് നിർത്തുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ കണ്ണാടി എന്ന് പറയുന്ന ഒരു വിപ്ലവകരമായ ഒരു കാഴ്ചയെ, കണ്ണാടി എന്തെല്ലാം കാണിക്കും ഒരാളെ, അയാളെ തന്നെയല്ല അയാളുടെ പരിസരങ്ങളെയും കണ്ണാടി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ തലയിൽ കെട്ടോടുകൂടി നിൽക്കുന്ന ആരാധിക്കുന്ന ഒരാൾ, അതിന് തൊട്ട് പുറകിലാണ് LMS മിഷണറിമാർ അല്ലേ? ലണ്ടൻ മിഷൻ സൊസൈറ്റിയിലെ മിഷണറിമാർ കാളയുടെയും പോത്തിൻ്റെയും കൂടെ മനുഷ്യനെ കെട്ടി നിലമുഴുന്ന കാഴ്ച കണ്ട് ഞെട്ടിയിട്ട് ജോൺ കോക്സിനെ പോലെയുള്ള ആളുകളൊക്കെ റിപ്പോർട്ടുകൾ ഇംഗ്ലണ്ടിലേക്കൊക്കെ എഴുതി വിടുന്നുണ്ട്, ലണ്ടനിലേക്ക്. അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ നാട്ടിൽ, അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പം അടിമകളെ പോലെ പണിതുകൊണ്ടിരുന്ന മനുഷ്യർക്ക് ഊഴിയം വേല എന്ന് പറയുന്ന മണ്ണിനോട് ചേർന്ന് കിടന്നിരുന്ന മനുഷ്യ, ഊഴിയം വേല വെച്ചാൽ നിർബന്ധിത കൂലിയില്ലാ വേലയാണ് ഊഴിയം വേല. ഊഴിയം വേല ചെയ്തിരുന്ന മനുഷ്യർക്ക് ഞായറാഴ്ചകളിലെങ്കിലും ആരാധിക്കാനായിട്ട് അവരെ അവരുടെ മണ്ണിൽ നിന്നും വിടുതൽ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്ന LMS മിഷണറിമാർ നമുക്കുണ്ടായിരുന്നു. നവോത്ഥാനത്തിൽ അതിനെക്കുറിച്ച് വർത്തമാനമൊന്നുമില്ലല്ലോ. അല്ലേ? ഇത് മോസസ് പറഞ്ഞ കാര്യമാണ്. ഹീബ്രു അടിമകളെ ഈജിപ്ത്യൻ സാമ്രാജ്യത്തിൽ നിന്നും ഇങ്ങനെ, കുച്ചാനിയച്ചനൊക്കെ അത് കൃത്യമായിട്ട് പറയും, ബൈബിൾ, ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ് കേട്ടോ, അതുകൊണ്ട് ഓക്കെ. ഈജിപ്തിൻ്റെ സാമ്രാജ്യത്വ മോഹത്തിന് അടിമകളെ ഇങ്ങനെ അവരുടെ സാമ്രാജ്യത്തിൽ നിന്നും ഹീബ്രു അടിമകളെ ഇങ്ങനെ മോചിപ്പിച്ചു കൊണ്ടുവരുന്ന ആദ്യത്തെ യാത്രയിൽ ഫറവോ ചോദിക്കുന്ന ചോദ്യം എന്താണ്? എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് നീ ഇവരെ? അവരെ ആരാധിക്കാൻ കൊണ്ടുപോകുന്നത്. അതായത് വിമോചനം ആരാധനയുടെ ഒരു പ്രീ കണ്ടീഷനാണ്. മോചിപ്പിക്കപ്പെടാത്ത ഒരു ജനസമൂഹവും ആരാധിക്കാനായിട്ട് അല്ലേ? നമ്മുടെ ചില പള്ളികളിലൊക്കെ റെക്കോർഡിംഗ് ആണ്, കൊച്ചിയിലെ ചില പള്ളികളിലൊക്കെ ഡച്ചുകാരുടെ ആക്രമണകാലത്ത് ചില പള്ളികൾ 7-ാം ദിവസം ആരാധന, 6 ദിവസം അടിമകളെ പൂട്ടി ഇടുന്ന സ്ഥലവുമായിരുന്നുവെന്ന് രേഖകളുണ്ട്. അടിമകൾ തുഴയുന്ന കപ്പലിൻ്റെ മുകളിൽ നമ്മൾ യാതൊരു ഉളുപ്പുമില്ലാതെ കുർബാന ചൊല്ലിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അടിമകൾ തുഴയുന്ന കപ്പലിങ്ങനെ പോവുകയാണ്, നമ്മൾ അതിൻ്റെ മുകളിൽ ജീസസ് ദ ലിബറേറ്റർ. അടിമകൾ തുഴയുന്ന കപ്പലിൻ്റെ മുകളിൽ കുർബാനയിൽ എങ്ങനെ ഉണ്ടാവും? ഇതിലും വലിയ അശ്ലീലം വേറെ ഉണ്ടാവും, വിത്ത് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഈ ഒരു അടിമകൾ, ഇത് ഞാൻ പറഞ്ഞു വിനിൽ അല്ലേ? ഇപ്പോൾ ഈ അടിമകളുടെ ചരിത്രത്തെക്കുറിച്ച് ഇപ്പോൾ നിരന്തരം മലയാളത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന വിനിൽ പോളിനെ പോലെയുള്ള ആളുകൾ രേഖകൾ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ സനൽ മോഹനെ പോലെയുള്ള ആളുകൾ ദ സ്ലേവറി ഇൻ മോഡേൺ ടൈംസ് എന്ന രീതിയിൽ അവരെഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വായിച്ചാൽ മനസ്സിലാവുന്ന രേഖകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ അടിമക്കച്ചവടമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഊഴിയം വേലയിൽ നിന്നും, മണ്ണിൽ നിന്നും, കാളയുടെ നുകത്തിൽ നിന്നും മനുഷ്യൻ മോചിപ്പിക്കപ്പെട്ട്
അവർ നടന്നു വന്ന് ആരാധനയ്ക്ക് വേണ്ടി നടന്നു വരണമെന്ന് പറയുന്ന ലണ്ടൻ മിഷണറി സൊസൈറ്റിയിലെ മിഷൻ പ്രവർത്തകർ, അവരെ വെള്ളനീചന്മാരെന്നാണ് വൈകുണ്ഠസ്വാമികൾ വിളിച്ചത്. അയ്യാ വൈകുണ്ഠർ അവരെ വിളിച്ചത് വെള്ളനീചന്മാരെന്നും സ്വാതി തിരുനാളിനെ കറുത്ത നീചനെന്നുമാണ് വിളിച്ചത്. രണ്ടു കൂട്ടർക്കും എതിരെ അദ്ദേഹം എതിരായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവരുന്ന വിമോചന സ്വപ്നങ്ങളൊന്നുമല്ല, ഞങ്ങളിൽ നിന്നും കണ്ടെത്തുന്ന ഒരു വിമോചനമുണ്ട്. എവിടെയാ ഞങ്ങളുടെ ചരിത്രം എഴുതിയിരിക്കുന്നതെന്ന് പൊയ്കയിൽ അപ്പച്ചൻ്റെ ഫോട്ടോ ഇല്ലല്ലോ, മന്നമയുള്ളെന്ന് തോന്നുന്നു. പൊയ്കയിൽ അപ്പച്ചനെ കേട്ടിട്ടില്ലേ? പൊയ്കയിൽ അപ്പച്ചൻ്റെ പാട്ട്, പെട്ടകം പാട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പാട്ടുകളൊക്കെ ഉണ്ട്. ഒരു ദിവസം എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് നമ്മുടെ ചരിത്രം ഇതിലുണ്ടോ എന്ന് ചോദിച്ചു. ഒരു പുസ്തകം ഉയർത്തിയിട്ട്, ആ പുസ്തകത്തിൻ്റെ പേരാണ് ബൈബിൾ. നമ്മുടെ ചരിത്രം ഇതിൻ്റെ അകത്ത് കാണുന്നില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, കാണുന്നില്ല, നമ്മുടെ ചരിത്രം, നമ്മുടെ വംശത്തെക്കുറിച്ച് ഒരക്ഷരവും ഇതിൻ്റെ അകത്ത് കാണുന്നില്ല. അവർ വായിച്ചോന്നറിയില്ല, കത്തിച്ചു കളഞ്ഞു. അത് വലിയ വിപ്ലവമായിരുന്നു. ബൈബിൾ കത്തിച്ചു കളഞ്ഞു. ഞങ്ങൾ ഈ അഗ്നിയിൽ നിന്നും ഞങ്ങളുടെ ചരിത്രം എഴുതാൻ പോവുകയാണ്. പൊയ്കയിൽ അപ്പച്ചൻ പാടി, ആളുകൾ ബാൻഡും കൊട്ടിപ്പോയി, അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ചോദിച്ചു, താനൊരു പുതിയ വംശത്തെ രൂപീകരിക്കുകയാണോ? ഇയാൾ എഴുന്നേറ്റ് നിവർന്നു നിന്നുകൊണ്ട് പറഞ്ഞു, അതെ. എന്താണ് അതിൻ്റെ പേര്? വായിൽ വന്ന പേര് വിളിച്ചു പറഞ്ഞു, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. അതാണ് പൊയ്കയിൽ അപ്പച്ചൻ്റെ. അറിയാലോ, ഇതാ ആ മോള് തലകുലുക്കി. പഠിക്കാനുണ്ട് അല്ലേ? ഓക്കെ. കാണുന്നില്ല ഒരക്ഷരവും. ഇത് വായിച്ച് രോമാഞ്ചം കൊണ്ടിട്ടാണ് എസ് ജോസഫ്, പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കവിത, ഇവിടെ മലയാളം പഠിക്കുന്നവരിയ്ക്കുന്നതുകൊണ്ട്, എസ് ജോസഫ് സാറിന് അറിയാമല്ലോ, ജോസഫ് സാറിൻ്റെ പെങ്ങളുടെ ബൈബിൾ എന്നും പറഞ്ഞുകൊണ്ടൊരു ഇത് എഴുതി. പെങ്ങളുടെ ബൈബിൾ. അതിൽ എൻ്റെ പെങ്ങളുടെ ബൈബിളിൽ റേഷൻ കാർഡും വൈദ്യുതി ബില്ലും ആശുപത്രി ബില്ലും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എന്ത് തരം രേഖകളാണ് നമ്മൾ പഠിക്കുന്നത്? ഇതാണ് ചോദ്യം. പൊയ്കയിൽ അപ്പച്ചൻ എല്ലാവരെയും വിളിച്ചുകൂട്ടി. എല്ലാവരെയും വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞു, ഓരോരുത്തരും അവരവരുടെ ജാതി തിരിച്ചുള്ള ഇവരുടെയൊക്കെ വിമോചന മെറ്റഫേഴ്സാണ് ഞാൻ പറയുന്നത്. എങ്ങനെയാണ് അവർ ഒരു സംസ്കാരത്തെ വരച്ചെടുക്കുന്നത്, കായലിൽ നിന്നും വരച്ചെടുക്കുന്നത്, കണ്ണാടിയിൽ നിന്നും വരച്ചെടുക്കുന്നത്, എങ്ങനെയാണ് ഇവരെല്ലാവരും ജലബിംബങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. കരയുടെ ബിംബമല്ല, ഇവർ ദൃഢതയുടെ ബിംബമല്ല, ഫ്ലെക്സിബിൾ അല്ലേ, ഒഴുകുന്ന ബിംബങ്ങളാണ് ഇവർ നവോത്ഥാനത്തിൽ പ്രയോഗിക്കുന്നത്. എല്ലാവരോടും പറയുന്നു, കണ്ണാടി ഒഴുകുന്ന ഒരു ബിംബമാണെങ്കിൽ കിണർ ജലത്തിൻ്റെ ഒരു ബിംബമാണ് അയ്യാ വൈകുണ്ഠർക്ക്. കായൽ ഇളകുന്ന ഒരു ബിംബമാണ്. അത് ഒരു ചിത്രമല്ല വരക്കുന്നത്, അത് രാവും പകലും വ്യത്യസ്ത ചിത്രങ്ങൾ, വ്യത്യസ്ത നവോത്ഥാന സന്ദേശങ്ങളാണ് അത് തരുന്നത്. പൊയ്കയിൽ അപ്പച്ചനും പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും അവരവർ വിശ്വസിക്കുന്നു എന്ന് കരുതുന്ന, അവരവർ ജനിച്ചു എന്ന് കരുതുന്ന ജാതി തിരിച്ച് ഓരോ വലിയ പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് ഈ ചെമ്പിലേക്ക് ഒഴിക്കുക. അപ്പോൾ അവർ തലയിൽ ചുമന്ന് കൊണ്ടുവന്ന് ചിലർ, കാരണം ഈ ചാന്നാർ സ്ത്രീകൾക്കൊന്നും എളിയിൽ വെള്ളം ചുമക്കാനായിട്ട് അന്ന് അധികാരമില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, വെള്ളമെടുത്തിട്ട്, എനിക്കുള്ള മണിയാണോ അല്ലല്ലേ, വെള്ളമെടുത്തിട്ട് ഇങ്ങനെ എളിയിൽ ചുമന്നുകൊണ്ട് വരാനായിട്ട് അനുവാദമില്ലാത്ത കാലം, മറക്കാൻ പറ്റാത്ത കാലം, കല്ലുമാലയൊക്കെ പൊട്ടിച്ചെറിഞ്ഞ അങ്ങനെയല്ലേ, പെരുന്നാട് ലഹളയൊക്കെ ഉണ്ടായത് അങ്ങനെയാണ്. മേൽമുണ്ട് ധരിക്കാൻ അനുവാദമില്ലാത്ത കാലം. അതുകൊണ്ടല്ലേ നങ്ങേലി പറഞ്ഞു, എൻ്റെ മുല ചെത്തിയെടുത്തു എന്ന് പറഞ്ഞു. ഇതിലും വലിയ വിപ്ലവം, ഇതിലും വലിയ നവോത്ഥാനം എവിടെ ഉണ്ടാകാൻ? കരം എടുക്കാമെന്ന, മുലക്കരം എടുക്കാമെന്ന, കരം തരാൻ കാച്ചില്ല, കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. ഇനി ഇതുണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. നമ്മളിപ്പോഴും അതിൻ്റെ അകത്തുനിന്ന് മോചിതരായിട്ടില്ല. ഞങ്ങളുടെ കോളേജിൻ്റെ, ഗവൺമെൻറ് വിമൻസ് കോളേജ്, 3000 യുവതികൾ പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ അകത്ത് ഞങ്ങളൊരു വനിതാ ഇടനാഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നങ്ങേലിയുടെയൊക്കെ ചിത്രം ഞങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. 50 വനിതകളുടെ, ഞെട്ടിക്കുന്ന 50 വനിതകളുടെ, അതിൽ ദാക്ഷായണി വേലായുധൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. KS ചിത്രാമ്മയുടെ അത് ഞങ്ങളുടെ കോളേജിൻ്റെ അഭിമാനമാണ്. KS ചിത്ര 60 വയസ്സായല്ലോ, അപ്പോൾ അവരുടെ ഫോട്ടോയൊക്കെ വെച്ചു. ടെസ്സിയുടെ ഫോട്ടോ, ആകാശത്തെ മിസൈൽ വിടുന്ന യുദ്ധം പുരുഷന് മാത്രമല്ല ഞങ്ങൾക്കും പറ്റുമെന്ന് പറയുന്ന സ്ത്രീ, ടെസ്സി തോമസ്, പ്രതിരോധ വനിത. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകളുടെ ഞാൻ പറഞ്ഞു വന്നു. അപ്പോൾ പൊയ്കയിൽ അപ്പച്ചൻ ഇവരെല്ലാവരെയും, പൊയ്കയിൽ യോഹന്നാൻ, ഇപ്പം പേര് മാറ്റി കുമാരഗുരുദേവൻ എന്ന് ഇപ്പോൾ വിളിക്കുന്നു. അപ്പോൾ പൊയ്കയിൽ യോഹന്നാൻ ഇങ്ങനെ കൊണ്ടുവരികയാണ്. എല്ലാവരോടും വെള്ളം കൊണ്ടുവരാൻ പറയുന്നു. അവരെല്ലാവരും കൊണ്ടുവന്ന് പാത്രത്തിൽ കൊണ്ടുവന്ന് വെള്ളം ഒഴിക്കുന്നു. അദ്ദേഹം പറഞ്ഞു,
എല്ലാവരും ഒഴിച്ചു കഴിഞ്ഞല്ലോ, ഇനി നിങ്ങൾ ഒഴിച്ച വെള്ളം നിങ്ങൾ തന്നെ തിരിച്ചെടുത്ത് കൊണ്ടുപോയിക്കൊള്ളൂ. നടക്കുന്ന കാര്യമാണോ? നിങ്ങൾ ഒഴിച്ച വെള്ളം നിങ്ങൾ തന്നെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളൂ എന്ന് പൊയ്കയിൽ അപ്പച്ചൻ പറഞ്ഞ ആ വാക്യത്തോളം ഞെട്ടലുണ്ടാക്കുന്ന മറ്റൊരു നവോത്ഥാന വാക്യം ഏതാ? ഇതിലേതാണ് നിങ്ങളുടെ വെള്ളമെന്ന് എങ്ങനെ അറിയാൻ പറ്റും? പറയൻ്റെയും പുലയൻ്റെയും ചേരമൻ്റെയും സാമ്പവൻ്റെയും ഒക്കെ ഇതൊക്കെ ഒരേ വകുപ്പിൽപ്പെട്ട വ്യത്യസ്ത ഗ്രേഡുകളായിട്ടാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്. ഇതിൽ തന്നെ ബ്രാഹ്മണർ, പുലയ സമുദായത്തിൽ തന്നെ ബ്രാഹ്മണരുണ്ട്. അല്ലാതെ ബ്രാഹ്മണൻ അങ്ങനെ ഈ വർണ്ണബാഹ്യരായിട്ടുള്ളവരുടെ കൂട്ടത്തിൽ തന്നെ ബ്രാഹ്മൺ അതിങ്ങനെ താഴെ ആ ശ്രേണിയുണ്ട്. അതിന് ഇത്ര അടിക്കണക്കുകളും ഉണ്ടല്ലോ. ഇത്ര ദൂരെ നിൽക്കാൻ പാടുള്ളൂ, നിഴൽ വീഴാൻ പാടില്ല എന്നൊക്കെ. കെ.പി. വള്ളോനൊക്കെ ശകാരിച്ച ഒരു ശകാരം കേട്ടിട്ട് ഒരാൾ ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്ത ചരിത്രമൊക്കെ ഉണ്ട് നവോത്ഥാനത്തിൻ്റെ അകത്ത്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത്, തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം വെള്ളത്തിൽ കലർന്നു പോയ ഒരു മനുഷ്യനെയാണ് യോഹന്നാൻ, പൊയ്കയിൽ യോഹന്നാൻ അന്ന് വരച്ചിട്ടത്. ഇതൊരു ലെസണാണ്. വെള്ളത്തിൽ നിന്നും വരുന്ന നവോത്ഥാനത്തിൻ്റെ മനുഷ്യർ. അപ്പം അതുകൊണ്ട് വെള്ളം കൊണ്ട് രചിച്ച നവോത്ഥാനത്തിൻ്റെ ഒരു വേറിട്ട ചരിത്രം കൂടി കേരള നവോത്ഥാന വർത്തമാനങ്ങളിൽ വേണമെന്നാണ് ഈ ഉച്ചസമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് മനുഷ്യർ ജനിക്കുന്നത് മണ്ണിൽ നിന്ന് മാത്രമല്ല, അദാമയിൽ നിന്ന് മാത്രമല്ല, മനുഷ്യർ വെള്ളത്തിൽ നിന്നും ജനിക്കും. വെള്ളത്തിൽ നിന്നും കരകയറുന്നവൻ മഴുവെറിഞ്ഞല്ല തൻ്റെ ദേശത്തെ കണ്ടെത്തുന്നത്, നടന്നാണ് തൻ്റെ ദേശത്തെ കണ്ടെത്തുന്നത്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ മീതെ നടന്നു പോയവൻ്റെ മൂല്യങ്ങൾ ചേർത്ത് പിടിച്ച് ജീവിതത്തെ കരുപ്പിടിപ്പിക്കുവാനായിട്ട്, പുതിയ മനുഷ്യനെ മെനഞ്ഞെടുക്കുവാനായിട്ട്, പുതിയ സൃഷ്ടിയെ രൂപപ്പെടുത്തിയെടുക്കുവാനായിട്ടൊക്കെ ശ്രമം നടത്തിയ കുറേ ആളുകളുടെയും കൂടെ ചരിത്രമാണ് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം. അതിൽ ഞാൻ 1-2 പേരുകൾ പറഞ്ഞുള്ളൂ. കൃഷ്ണേതി ആശാൻ, കെ.പി. വള്ളോൻ, അയ്യങ്കാളിയൊക്കെ നടത്തിയ പ്രസംഗങ്ങളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ വേണ്ടതാ ശരിക്കും. ഇന്ന് നമ്മൾ അയ്യങ്കാളി ഹാളെന്ന് തിരുവനന്തപുരത്ത് വിളിക്കുന്ന VJT, വിക്ടോറിയ ജൂബിലി മെമ്മോറിയൽ ഹാളിൻ്റെ അകത്താണ് അന്ന് ശ്രീമൂല പ്രജാസഭ കൂടിയിരുന്നത്. ഞങ്ങളുടെ കോളേജിന് മുൻവശത്താണ് ഭക്തിവിലാസം, ഇപ്പോൾ ഓൾ ഇന്ത്യ റേഡിയോയുടെ ആകാശവാണിയുടെ നിലയം. അന്ന് ദിവാൻ താമസിച്ചിരുന്നത് ഭക്തിവിലാസത്തിലാണ്. അതിൻ്റെ വാതിക്കൽ കൂടി ഒരു മനുഷ്യർക്ക് പോകാൻ പറ്റില്ല. അങ്ങോട്ട് കൂളായിട്ട് കയറി ചെന്ന ആളാണ് അയ്യങ്കാളി. കയറി ചെന്ന് ദിവാന് കൈ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പ്രസംഗിക്കാൻ പോവുകയാണ്. എവിടെ? ശ്രീമൂലത്ത്. അന്ന് അധസ്ഥിത വർഗമെന്ന് നമ്മൾ വിളിക്കുന്ന ആളുകൾക്ക് ശ്രീമൂലം പ്രജാസഭയിൽ മെമ്പർഷിപ്പില്ല. അവിടെ അവരുടെ റെപ്രസെൻ്റ് ചെയ്തിരുന്ന ഒരു ക്രിസ്ത്യാനിയാണ്. ആ മനുഷ്യൻ പറഞ്ഞു, അവരുടെ കാര്യം ഞാൻ വന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? അവരുടെ റെപ്രസെൻറ്റേറ്റീവിനെ നിങ്ങൾ തന്നെ വിളിക്കൂ. അയ്യങ്കാളി തിരുവിതാംകൂർ ശ്രീമൂലം സഭയിലും കെ.പി. വള്ളോനും കൃഷ്ണേതി ആശാനും PC ചാഞ്ചനുമൊക്കെ കൊച്ചി നിയമസഭയിലൊക്കെ നടത്തിയ പ്രസംഗങ്ങളൊക്കെ ലഭ്യമാണ്. വായിച്ചാൽ അറിയാം, അത് വേറൊരു കേരളമാണ്, അത് വേറൊരു നവോത്ഥാനമാണ്. അയ്യങ്കാളി ഇത് പ്രസംഗിച്ചിട്ട് വീട്ടിൽ പോയിരിക്കുകയല്ലേ ചെയ്യുന്നത്. പഞ്ചമി എന്ന് പറയുന്നത് പെങ്കൊച്ചിനെ വിളിച്ചുകൊണ്ട് ഉരൂരുട്ടമ്പലത്തിലെ സ്കൂളിൽ കൊണ്ടുപോയി ഇരുത്താൻ വേണ്ടി ചെല്ലുകയാണ്. പഞ്ചമി ഇരുന്ന ബെഞ്ച് കത്തിച്ച് കളഞ്ഞു. നായരീഴവ ലഹള പോലെ ഈഴവ പുലയ ലഹളയുണ്ടായി. നാരായണ ഗുരു ചെന്നിട്ടും അവരനുസരിച്ചില്ല. വലിയ തല്ലുകളുണ്ടായി. നിങ്ങൾ ഓർക്കണം, വെങ്ങാനൂർക്കാരനായ അയ്യങ്കാളി അതിന് സമീപത്ത് ഈ കുട്ടികൾക്ക് മാത്രം, തൻ്റെ സമുദായത്തിലെ കുട്ടികൾക്ക് മാത്രമായിട്ടൊരു സ്കൂൾ കെട്ടി ഉയർത്തുവാനായിട്ട് സർക്കാരിൻ്റെ അനുവാദം മേടിച്ച് പ്രസംഗമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒരു സ്കൂൾ കെട്ടി ഉയർത്തിയിട്ട് 20 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു അധ്യാപകനും പഠിപ്പിക്കാനില്ല. കൊച്ചുങ്ങൾ സന്ധ്യയ്ക്ക് വന്നിരിക്കുകയാണ് പഠിക്കാനായിട്ട്. വെങ്ങാനൂരിൽ നിന്ന് 18 കിലോമീറ്റർ അപ്പുറം ഇതിന് തയ്യാറായ ഒരു സാറ്, പരമേശ്വരൻ പിള്ള എന്ന് പറയുന്ന ഒരു സാറിനെ 18 കിലോമീറ്റർ നടത്തിക്കൊണ്ടുവന്നു. കാരണം വേറെ ഒരു വണ്ടിയൊന്നും കൊടുക്കില്ല ആളുകൾ. ആ 18 കിലോമീറ്ററിൻ്റെ അകത്ത് വരഞ്ഞിട്ട ഒരു ചരിത്രമുണ്ട്, വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ചരിത്രം. അതും കൂടിയൊക്കെ പറയാനായിട്ട് നമ്മുടെ ഈ വേദി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ കൂടി അറിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത്. ഇവരുടെ കോളേജിലേക്ക് പോകുന്നു, നിങ്ങൾ നാളെ നമ്മളുടെ ഇടവക സമൂഹങ്ങളിലേക്ക് പോകുന്നു, നമ്മൾ പഠന കേന്ദ്രങ്ങളിലേക്കൊക്കെ പോകുന്നു എന്ന് പറയുന്നത് ഈ വഴികളിലും കൂടി നടന്നിട്ടായിരിക്കണം. ഇത്രയൊക്കെയാണ് ഒരു തുറന്ന സംവാദത്തിന് വേണ്ടി ചിതറിച്ച് പറയാനായിട്ടുള്ളത്. താങ്ക് യു.